ഇനി അവിയൽ ഉണ്ടാക്കുമ്പോഴേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും. നല്ല അടിപൊളി ടേസ്റ്റിന് കഷ്ണങ്ങളൊന്നും ഉടയാത്ത രീതിയിൽ നമുക്ക് അവിയൽ കിട്ടും കേട്ടോ. അപ്പോൾ ഏത് വിധത്തിലാണ് ഉണ്ടാക്കണത് നോക്കാം. നമ്മൾ വീട്ടിലുണ്ടായ പയറും കോവയ്ക്കും പറിച്ചിട്ട് ബാക്കി നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്ന പച്ചക്കറിയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ഈ അവിയൽ ഉണ്ടാക്കുന്നത്. കേട്ടോ, ഇപ്രാവശ്യം കോവയ്ക്കും പയറും, കോവയ്ക്ക് അത്യാവശ്യത്തിന് നന്നായിട്ടുണ്ടായിട്ടുണ്ട്, പയർ കുറച്ച് കിട്ടിയിട്ടുള്ളൂ. എന്നാലും ഒരു കോവക്കൻ്റെ വള്ളിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഉപ്പേരിക്കും കറിക്കും ഒക്കെ ഉള്ള കോവക്ക അതുമ്പോൾ തന്നെ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കഷ്ണങ്ങളൊക്കെ ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തത്. അധികം നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. മറ്റു പാത്രങ്ങളിലൊക്കെ വെക്കുമ്പോൾ എനിക്ക് അടി പിടിച്ചിട്ട് പിന്നെ നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ ഉടഞ്ഞു പോകുന്നതൊക്കെ തോന്നുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് ഇങ്ങനത്തെ പാത്രത്തിലൊക്കെയാണ് വെക്കുന്നത്. പിന്നെ അതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ, 1.5 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അവിയലൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലാണ്, ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഐറ്റംസ് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കുള്ളൂ. പിന്നെ നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ട് അത് സക്സസ് ആയത് മാത്രമേ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളല്ലോ. അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഞാൻ വീഡിയോ ആയിട്ട് ഇടുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ തന്നെ വേവിച്ചെടുക്കണം. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം തോന്നണില്ല, കാരണം ഇതിൽ ഈ പച്ചക്കറിയിൽ തന്നെ വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങി വരുമല്ലോ. നമ്മൾ അടച്ചു വെച്ചിട്ടല്ലേ വേവിച്ചെടുക്കുക, അപ്പോൾ അതിലത്തെ വെള്ളം തന്നെ ഇറങ്ങി വരും. പിന്നെ അതിൽ കടന്നിട്ട് തന്നെ അത് വേവുകയും ചെയ്യും. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലാണ് ഈ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകുന്നത്. പിന്നെ ചിലർ തൈരൊക്കെ ഒഴിച്ച് വേവിക്കും തോന്നുന്നുണ്ട്, പക്ഷേ ഞാൻ ഇങ്ങനെയാണ് വേവിച്ചിട്ട് എനിക്ക് നല്ല അടിപൊളിയായിട്ട് കഷ്ണങ്ങൾ ഉടയാത്ത രീതിയിൽ കിട്ടിയത്. ഇനിയിപ്പോൾ അതിൽ എന്തൊക്കെയാണ് നമ്മൾ ചതച്ചിടേണ്ടതെന്ന് നോക്കാം. തേങ്ങ, ചെറിയ ജീരകം, ചെറുള്ളി, പച്ചമുളക്, ഇതൊക്കെ നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം എടുക്കാൻ കേട്ടോ. പച്ചമുളക് എരിവ് കുറവാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു 4 എണ്ണമൊക്കെ എടുത്തത്. ഇതാ കണ്ടോ, കഷ്ണങ്ങളൊക്കെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ തേങ്ങ ചതച്ചെടുത്തത് അതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ആക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കഷ്ണങ്ങൾ ഉടയാത്ത രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പാകത്തിന് പുളിയില്ല തൈര് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഓവർ പുളി വന്നാൽ എനിക്കത് ഇഷ്ടമല്ല. പാകത്തിന് പുളിയില്ല തൈര് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഉപ്പും കൂടെ ഒക്കെ നോക്കിയിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് ആ തേങ്ങയും തൈരും എല്ലാം കൂടെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചതാണ്. ഇപ്പോൾ റെഡി ആയില്ലേ. ഈ ഒരു രീതിയിലാണ് കിട്ടിയത് കേട്ടോ. ഇനിയിപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ നമ്മൾ അങ്ങനെ തന്നെ വറ്റിച്ചെടുക്കണം. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത്തിരി വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലും കൂടെ ഒഴിച്ച് കൊടുത്താൽ ഇവിടെ അവിയൽ റെഡി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതാ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കഷ്ണങ്ങളൊക്കെ ഉടയാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കൂടെ അടിക്കണം. ലൈക്കിൻ്റെ കാര്യം പ്രത്യേകം പറയുന്നത്, വീഡിയോ കാണുന്നവരാരും ലൈക്ക് അടിക്കണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.